മാങ്ങയും കുടംപുളി ഇട്ട് വെച്ച സിലോപ്പി മീൻ കറിയാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ അതിനായിട്ട് ഒരു മിക്സർ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയതും 3 വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തതും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകം ഇത്രയും ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഇതൊന്ന് അരച്ചെടുക്കണം. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് ഈ അരച്ചെടുത്തത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കുക, ഒരു പച്ചമാങ്ങ അതും ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കുക, പിന്നെ ഒരു പച്ചമുളക് നെടുകെ കീറിയിട്ട് കൊടുക്കുക, പിന്നെ കുറച്ച് കറിവേപ്പില, 1 ടീസ്പൂൺ ഉപ്പ്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഇനി അത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച് സിലോപ്പി മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ മീൻ നല്ല രുചിയാട്ടോ, കറി വെച്ചാലും അതെ വറുത്താലും അതെ. അപ്പോൾ ഇതിലേക്ക് ഇനി ഒരു കുടംപുളി കൂടെ ചേർത്ത് കൊടുക്കുക. കുടംപുളി ഇതിന് പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അതുപോലെ തന്നെ ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്തും ഇട്ട് കൊടുക്കുക. ഇനി ഇതൊരു 10 മിനിറ്റ് നേരം നമുക്കത് വേവിക്കാം. അപ്പോൾ നമ്മുടെ കറിയൊക്കെ അവിടെ തിളച്ച് കുറുകി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറവിട്ട് കൊടുക്കണം. അപ്പോൾ ഒരു പാൻ വെച്ച് ചൂടായി കഴിയുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് ചെറിയുള്ളി കട്ട് ചെയ്തും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റായിട്ടുള്ള മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മാങ്ങയും കുടംപുളിയും കൂടെ ചേർത്ത് വയ്ക്കുമ്പോൾ ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെ കേട്ടോ. അപ്പോൾ ഈ മീൻ കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.